ഇതിപ്പോ നമുക്കൊരു ഒരു 10 മിനിറ്റിൽ ഒരെണ്ണം ഉണ്ടാക്കാം. നല്ല സ്പീഡായി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഒരു ബൾബ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു ദിവസം നമുക്കൊരു 10 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 40-50 എണ്ണം വരെ ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞു. ഇതിപ്പോ കമ്പനി നമ്മൾ തിരിച്ചെടുക്കുന്ന അതായത് നിങ്ങൾക്ക് പണിക്കൂലി തന്ന് നമ്മൾ തിരിച്ചെടുക്കുന്ന 20 രൂപ. അത് നിങ്ങൾ പറഞ്ഞോളൂ അല്ലേ, ഇവിടെ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കമ്പനിയെ തിരിച്ചേൽപ്പിക്കാം. അപ്പൊ ഇവിടെ മിത്രവലത്തിൽ ഏൽപ്പിച്ചാൽ മിത്രവല വരെ ഹരിതകേന്ദ്രത്തിലോ ഞങ്ങളുടെ കമ്പനിയിലോ മിത്രവലം തന്നു. അപ്പൊ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയാൽ ബെസ്റ്റ്. ഇത്തരം മേഖലകൾ ഇപ്പൊ കേരളം മൊത്തമാണ്. കാരണം ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എറണാകുളം, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഞാൻ ഈ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റാണ്. അതൊരു NGO ആണ്, സെൻട്രൽ സംഘടനയാണ്. കർഷകരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഫാർമേഴ്സ് അസോസിയേഷൻ. ഈ അസോസിയേഷന്റെ ഭാഗമായി മറ്റൊരു സംരംഭമാണ് ഹരിത കേന്ദ്രം എന്ന് പറയുന്നത്. ഈ ഹരിത കേന്ദ്രത്തിന്റെ തന്നെ കുറേയേറെ ഉൽപാദകരുണ്ട്, സംരംഭകരുണ്ട്. അപ്പൊ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങൾ, ജൈവമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല, അതിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഹരിത ഉൽപ്പന്നങ്ങൾ എന്ന് ഞങ്ങളൊരു പേരിട്ടേക്ക്. ജൈവ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് ക്ലാരിഫിക്കേഷൻസും പിന്നെ അതിനെയൊക്കെ സമ്മർദ്ദിച്ചെടുക്കണമെങ്കിൽ വലിയ പാടാണ്. ഒന്നാമത്തെ കാലത്ത് ഒരു കോംപ്ലിക്കേഷൻ ആയ സബ്ജക്റ്റായി ഇന്നിപ്പോൾ ജൈവം കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഹരിത ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ടു ഈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ 100% വിഷമില്ലാത്തതും മായമില്ലാത്തതും ദൈവമായ സാധനം ഈ ലോകത്തൊട്ടത്തും കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ആ ഒരു കൺസെപ്റ്റിലാണ് ഹരിത കേന്ദ്രം എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് കുറെ 50ഓളം സംരംഭകർ നമുക്കുണ്ട്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ 1994 ഞാൻ എൻ്റെ ഈ ആക്ടിവിറ്റീസുകൾ തുടങ്ങിയതാണ്. 92 കമ്പ്യൂട്ടർ ഫീൽഡിലായിരുന്നു. ഞാൻ കൊമേഴ്സ് ആണ് എൻ്റെ സബ്ജക്റ്റെങ്കിൽ പോലും ഞാൻ തുടങ്ങിയ തൊഴിൽ കമ്പ്യൂട്ടറാണ്. ഇടുക്കി ജില്ലയിൽ ആദ്യം കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് 92 ഞാനാണ്. നെടുങ്കണ്ടം കമ്പ്ലീനും തുടങ്ങി, നെടുങ്കണ്ടം തുടങ്ങി. അന്ന് ഈ സ്ഥാപനം അന്ന് ഞാൻ ഈ ഉദ്ഘാടനം വന്ന പാലാക്കയം മാത്യുവാണ്, MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് അതിലൂടെ ഈ സ്ഥാപനം പൂട്ടണമെന്നും പറഞ്ഞ് വായു മൂടിക്കെട്ടി പ്രകടനം നടക്കുക. അപ്പൊ എന്നോട് MP ചോദിച്ചു, ഇത് ചെയ്യണോ മാത്യുസൻ ചോദിച്ചു. ഇത്രയും ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് പുള്ളി ചോദിച്ചത്. ഞാൻ ധാരാളം ധൈര്യമായിട്ട് ചെയ്തു, ബാക്കി ഞാൻ നേരിട്ടുള്ളാൻ. എന്തായാലും അത് ആരും മനുഷ്യനും വരാതായി. ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞാൻ തുടങ്ങി, കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ചു. മനുഷ്യർക്ക് പേടിയായി. ഇതിനകത്ത് ക്ലാസ് ഒക്കെ ഇട്ട്, അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഇങ്ങനെ അല്ലല്ലോ, വലിയ ക്ലാസ് ഒക്കെ ഇട്ട് വലിയ സെറ്റപ്പിലാണ് വെക്കുന്നത്. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇത് വലിയ സാധാരണ ആൾക്ക് പറ്റുന്ന സബ്ജക്റ്റ് അല്ല, ഇത് ഭയങ്കര കണക്കും ഭയങ്കര ലോജിക്കൊക്കെ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഇന്നത്തെ ഒരു ഭാഗം ചിന്തിച്ചു. അപ്പൊ ഞാനെന്ത് ചെയ്തു, കമ്പ്യൂട്ടറൊക്കെ എടുത്തോണ്ട് ആൽമര ചോട്ടിലും ലൈബ്രറിയിലും ഒക്കെ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഇത്. അങ്ങനെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറഞ്ഞ് ഞാനൊരു മുദ്രാവാക്യമൊക്കെ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടംപോലെ പിള്ളേർ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഫ്രീ കോഴ്സ് ഒക്കെ അത് അനൗൺസ് ചെയ്തത്. കുറെ പേര് ഒന്ന് പഠിച്ച് തുടങ്ങി പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ക്രമേണ ഒരു 10 വർഷം ആ മേഖലയിലായിരുന്നു. അതിനു മുമ്പ് ഒരു 10 വർഷം ശാസ്ത്ര സാഹിത്യ പരിഷത്തിലായിരുന്നു. പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ ആയിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അങ്ങനെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിന് ആദ്യം ഒരു ആഗ്രഹം സയൻസ് പഠിക്കണം എന്നായിരുന്നു. അപ്പൊ അത് അന്നത്തെ കാലത്ത് എനിക്കതിന് ഞങ്ങളുടെ നാട്ടിലെ സയൻസ് കോളേജുകൾ ഇല്ലായിരുന്നു, അത് കോട്ടയത്തൊക്കെ വരണമായിരുന്നു. അപ്പൊ അത് വിട്ടു പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒന്നും വീട്ടിലില്ലായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ ഉള്ള സബ്ജക്റ്റൊക്കെ പഠിച്ച് പോവുകയും, അപ്പൊ ഈ ശാസ്ത്രത്തോടുള്ള ഒരു ശാസ്ത്രം എന്നുള്ള ആഭിമുഖ്യത്തിലാണ് സാഹിത്യ പരിഷത്തിൽ വന്നത്. പിന്നീട് അത് മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള ശാസ്ത്രമല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. എന്നാലും 10 വർഷക്കാലം എനിക്ക് ഒരുപാട് അറിവ് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ കഴിഞ്ഞു. പിന്നീട് നമ്മൾ 94 മുതൽ നമ്മളൊരു മൈക്രോ ഫിനാൻസ് തുടങ്ങി. അതെനിക്കൊരു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു 2000 വരെ, 2000 കൂടി നമ്മളത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഫോർമേഷൻ, 1000ഓളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ കേരളത്തിൽ ഫോം ചെയ്തു. 2000 എനിക്ക് ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തനമുള്ള അവാർഡ് കിട്ടി. അപ്പൊ അതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മൈക്രോ ഫിനാൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡ് മൊത്തം എങ്ങനെയെങ്കിലും ഇതുപോലെ ആളുകൾക്ക് വരുമാനം ഉണ്ടാകും. എല്ലാവരും ഈ ലോൺ എടുത്ത് ഇങ്ങനെ പോകുന്ന ആ ഒരു കൺസെപ്റ്റ് മാറണം. എല്ലാവരും ഡിപ്പോസിറ്റ് ചെയ്യുന്നവരാണ്.
ഇപ്പൊ ലോൺ എടുക്കുന്നതിന് പകരം ബാങ്കിൽ പൈസ കൊണ്ട് ചെല്ലുന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റണം. അതിനു വേണ്ടിയിട്ട് തൊഴിൽ പഠിപ്പിക്കാനൊക്കെ പല പല പരിപാടി. അങ്ങനെ കോഴി വളർത്തല് ട്രെയിനിങ്ങിന് പോയി, അത് ആൾക്കാരെ പഠിപ്പിച്ച് 10 ഫാമുകൾ ഇട്ടു. അത് കഴിഞ്ഞ് തേനീച്ച വളർത്തൽ പരിശീലനം നടത്തി. കൂൺ കൃഷി, നമ്മൾ ചെയ്യാത്ത പരിപാടികളില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് എന്റെ ഒരു ശിഷ്യൻ GK രാജു എന്ന് പറയും, ഹൈ റേഞ്ച് ബീ കീപ്പിംഗ് എന്ന സ്ഥാപനം. അത് ഞാൻ 2000 ഞാൻ നടത്തിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തതാണ്. അദ്ദേഹം അന്ന് ഇവിടെ പഠിപ്പിക്കാൻ ആളില്ലാഞ്ഞിട്ട് നമ്മള് ബ്രിട്ടനിൽ നിന്ന് ഒരു സയന്റിസ്റ്റിനെ കൊണ്ടുവന്നാണ് ഈ ക്ലാസ് എടുത്തത്. ഒരു എൻഡമോളജിസ്റ്റിനെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. സ്യൂ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരാൾ കൊണ്ടാണ് ക്ലാസ് എടുത്തത്. അത് തർജ്ജമ ചെയ്യാൻ വേണ്ടി ഒരാളൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് അന്നത്തെ ക്ലാസ് നടന്നത്. ഇന്നിപ്പം എല്ലാവരും തേനീച്ച വളർത്തലിൽ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആ രാജു അന്ന് വണ്ടിക്കൂലി ഇല്ലാതൊരു മനുഷ്യനായിരുന്നു. അതായത് ക്ലാസ്സിൽ വരാൻ വേണ്ടി കടവും വാങ്ങിച്ച് കൂലിപ്പണിക്ക് പോയി വന്നൊരു മനുഷ്യന് ഇന്നിപ്പം അയക്കപ്പോ ഇടുക്കി ജില്ലകളിൽ ഒരുപാട് സ്ഥലങ്ങളായി, കോടിക്കണക്കിന് ആസ്തിയായി. ഇന്ന് 3 കോടിയോ മറ്റോ കാണും പുള്ളിയുടെ ഒരു മാസത്തെ ടേൺ ഓവർ. ഒരുപാട് പോലെ വയ്ക്കുന്നുണ്ട്. അത് എന്റെ ഒരു കാരണം പുള്ളി അവിടെ ചെന്നാലും ഇത് പറയുന്നുണ്ട്. ഇത് പറയുന്നത് ഇന്ന ആള് നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പരിപാടിയിലൂടെയാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിങ്ങിൽ നിന്ന് പലരും രക്ഷപ്പെട്ടു വലിയ നിലയിലേക്ക് വളർന്നു പോയിട്ടുണ്ട്. അത്തരത്തിലൊരു ട്രെയിനിങ് ആണ് ഇപ്പൊ. നമ്മളിപ്പോ ഈ LED എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചെയ്യാനുള്ള ഒരു കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ വേറെ ഏത് സംരംഭത്തിനും ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇപ്പൊ തന്നെ കണിയുടെ തന്നെ ഒരു പ്രോസസിങ് യൂണിറ്റ് ഉണ്ടാക്കിയതിന് 50 ലക്ഷം രൂപ. അതൊന്നും നമുക്ക് അത്ര ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ, ഇപ്പൊ കോഴി വളർത്തല് അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം, പല കാര്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റ് വേണം നമ്മള്. പക്ഷെ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതിലേക്കൊത്താണ്. പിന്നെ മിത്രകുലവുമായിട്ടുള്ള എന്റെ ബന്ധം അനിൽ സാറുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഇതിന് മുമ്പ് KPCC ജംഗ്ഷനിലെ പാലാരിവട്ടം ആയിരുന്നപ്പോ ഞാൻ സിനിമയോടെ പോവുകയും ഒന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ജോർജ് ചേട്ടനോട് പോയി, ജെയിംസ് ചേട്ടനൊക്കെ അവിടെ ഞാൻ പരിചയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് പേരെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മിത്രകുലത്തെ ആശയവും എനിക്ക് വളരെ ബന്ധമുണ്ട്. ഞാൻ ആദ്യം ഹരിത മിത്രം എന്ന പേരിട്ടത് ഈ ഞങ്ങളുടെ പ്രോഗ്രാമിന്. അതായത് ഇതിനകത്ത് കുറെ വളണ്ടിയേഴ്സ് ഉണ്ട്, അവർക്ക് ഞാനൊരു പേരിട്ടത് ഹരിത മിത്രം. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മിത്രംകുലം ആരുടെ കിടക്കുന്നു, നമ്മളുടെ ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട വേറെ ആരുണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്നാൽ എല്ലാവരുമായിട്ട് യോജിച്ച് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് മിത്രകുലവുമായിട്ട് എനിക്കൊരു മാനസിക അടുപ്പം വന്നത്. എന്റെ ആശയങ്ങളുമായിട്ടാണ് എനിക്ക് അടുപ്പം വന്നത്. ഇപ്പോഴും മിത്രകുലത്തിന്റെ ഓരോ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് പോവുകയും മുന്നോട്ട് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഞങ്ങള് ഹരിത കേന്ദ്രം ഈ ഫാർമേഴ്സ് അസോസിയേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളതാണ്. ഇവിടെ കൺസെപ്റ്റിലേക്ക് ഞാൻ വരികയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ട് നമുക്കറിയാമല്ലോ ഗാന്ധിയൻ കൺസെപ്റ്റ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം ഗാന്ധിജിയുടെ ഒരു ആശയമാണ്. അത് ഇന്നും പ്രായോഗികമല്ലാത്ത ഒരു സംഭവമാണ്. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണെങ്കിൽ ഇന്നും അത് പ്രാക്ടിക്കലായിട്ടല്ല, പ്രായോഗികം ആയിട്ടില്ല. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ മുൻനിർത്തി നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ, നമ്മളിപ്പോ ഒരുപാടൊന്നും പറയുന്നില്ല, ഞാൻ ഒരുപാട് ചതികളിൽ പെട്ടിട്ടുണ്ട്. ചതിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴി വളർത്തൽ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയൊരു കൃഷിയുമായി വന്നപ്പോൾ പച്ചക്കറികൾക്കും മാംസത്തിനും മുട്ടയ്ക്കും വേണ്ടി നാം ഇനിയും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണമോ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പുസ്തകം എഴുതി. അപ്പൊ ഞാനൊരു പോൾട്രിയുമായി ബന്ധപ്പെട്ട പുസ്തകം എഴുതിക്കൊണ്ടാണ് തുടങ്ങി. അന്ന് എറണാകുളത്ത് 2014 500 പേര് പങ്കെടുത്ത് ട്രെയിനിങ് ടൗൺ ഹാളിൽ നടത്തി. ചുമ്മാ ഒരു പത്രവാർത്ത കൊടുത്തേ ഉള്ളൂ, 500 പേര് അപേക്ഷിച്ചു. അതൊന്ന് 100 രൂപ കൺട്രേഷൻ ഫീസ് വാങ്ങിച്ച പരിപാടി നടത്തിയത്. അവര് അന്ന് വിനോദ് സാറായിരുന്നു കൂട്ടി മേയർ. അദ്ദേഹം ആ ഹാള് ഫ്രീ ആയിട്ട് അങ്ങനെ അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കണം ഹാളിന്. അങ്ങനെ അവിടെ ആ പരിപാടിയിലൂടെയാണ് നമുക്കൊരു എറണാകുളത്തിന് ബന്ധം എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായതും. അത് ഈ പോൾട്രി അന്ന് അവിടെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു കുറിപ്പ് തയ്യാറാക്കി. അത് പിന്നീട് പുസ്തകമായിട്ട് മാറി. അങ്ങനെയാണ് ഈ പോൾട്രി ഗൈഡിൽ. അതിനകത്ത് ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം. അപ്പൊ ഇതിന്റെ ഭാഗമായി നമ്മൾ കൃഷിയും പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്തു. പച്ചക്കറി കൃഷി പ്രൊമോട്ട് ചെയ്തു. കോഴി വളർത്തൽ, ഇപ്പൊ ഇറച്ചിക്കും മുട്ടയ്ക്കും ഇറച്ചിക്കും നമുക്ക് കോഴിയെ ആശ്രയിക്കും. ഇപ്പൊ നമുക്ക് പശു വളർത്തലിനകത്ത് മുട്ട കിട്ടുന്നില്ല, ഇറച്ചി മാത്രം നടക്കും. അപ്പൊ ഇറച്ചിയും മുട്ടയും ഒറ്റ കാര്യം നടക്കും. പിന്നെ പച്ചക്കറിയും കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളായി നമുക്ക് വീട്ടിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ഇതിലേക്ക് വരാനുള്ള കാരണം. അതിന് മുമ്പിച്ചുള്ള ലാർജ് സെൻസ് ആയിരുന്നിരിക്കും. ഇപ്പൊ അത് മനസ്സിലായി, നടക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് നടക്കുക. കാരണം ഇവിടെ
തമിഴ്നാട്, ആന്ധ്ര അടക്കമുള്ള, കർണാടക അടക്കമുള്ള വലിയ ലോബികൾ വെളിയിൽ നിൽക്കുക. നമ്മളിവിടെ വ്യാപകമായി പച്ചക്കറി ചെയ്യാൻ പ്ലാനിട്ടാൽ കൃത്യമായും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകും. മനസ്സിലായില്ലേ? അത് ഏത് തരത്തിൽ വരും നമുക്ക് പറയാൻ പറ്റില്ല. പോൾട്രിയുടെ കാര്യത്തിൽ ഒന്ന് 100 ഫാമുകളെ അവിടെ തുടങ്ങും. സാധാരണഗതിയിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ അൺഇവൻ ചിക്സുകളാണ് അവിടെ അവരെടുത്ത് വളർത്തുന്നത്. അതിൽ നിന്നും ഒരു പൈസ പോലും അവർക്ക് ചെലവില്ല. തീറ്റയുടെ ചെലവ് മാത്രമേ ഉള്ളൂ. അതൊക്കെ വളർത്തുന്ന രീതികളൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ചിക്സുകൾ ഇവിടെ സൈക്കിളിനകത്തും ഇതിനകത്തൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന ആൾക്കാർ വിൽക്കുക. അപ്പൊ ഞാനതിന് ജൈവ ബോംബെന്ന പേരിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ഒറ്റ എണ്ണത്തിൽ ഇപ്പൊ കാണാനില്ല. ഇത് എങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോയത് മൊത്തം ഈ ബോംബാണ് നശിപ്പിച്ചത്. നമ്മളുടെ ആൾക്കാരുണ്ട് വില കുറച്ച് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ചാടിവായി. വില കുറച്ച് കിട്ടും. ബാർഗെയിനാണ് കേരളീയന്റെ ഒരു പ്രത്യേകത. എന്നാ കണ്ടാലും ബാർഗെയിൻ ചെയ്യും. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഈ പല കോഴികളെല്ലാം കൊണ്ട് ഇവര് വിറ്റിരുത്തും. അപ്പോൾ ഉണ്ടായിരുന്ന നല്ല വേണ്ട ചത്തു. അതിന് വസ്തുക്കൾ പിടിച്ച് ചത്തു. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇന്നിപ്പോ കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ കണക്ക് വെച്ച് വിചാരിച്ചാല് മുട്ടയും ഇറച്ചിയും വെളിയിൽ നിന്ന് വരേണ്ട കാര്യമില്ല. 9 കോടി രൂപയുടെ മുട്ടയാണ് ഒരു ദിവസം കേരളത്തിൽ വരുന്നത്. അതിനകത്ത് ഏതാണ്ട് 2 കോടിയുടെ ഉണ്ടാക്കുമെന്ന് പറയുന്നു ഇവിടെ. അന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. ചില ഗ്രാമങ്ങളിലൊക്കെ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഈ കോഴിയൊക്കെ എവിടെ പോയി? ഇതെല്ലാം കൂടി വന്ന 10 കോഴിയെ പഞ്ചായത്ത് വരും. 2-3 രക്ഷപ്പെടും. ഈ രക്ഷപ്പെടുന്നത് തന്നെ മുട്ടയിടാറാകുമ്പോൾ ഓവറി പ്രോബ്ലം വന്നിട്ട് കാരണം അത് പ്രോപ്പർ വാക്സിനേഷൻ ഇല്ല, ഒന്നുമില്ലാതെ അന്യോന്യനെ വളർത്തുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ അതിനെ മറികടന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ 100 ഫാർമേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും. അത് നല്ല രീതിയിൽ പോകുന്നു. ഞാനിപ്പോ ഒരാഴ്ച 2 ലോഡ് തീറ്റയാണ് ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതും ടോറസല്ല വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഒരു ലോഡിനകത്തേക്ക് അത് 3 ലക്ഷം 4 ലക്ഷം രൂപ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിക്സ് വാങ്ങിക്കുക. കർഷകരോട് പറഞ്ഞു, ഞാൻ തീറ്റ നിൽക്കാം. ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് തീറ്റയ്ക്കാണ്. ഇപ്പം 100 രൂപ അല്ലെങ്കിൽ 120 രൂപ 1 കിലോ ഉത്പാദിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ അതിനകത്ത് 10-30 രൂപയിൽ കുഞ്ഞിന് വരുന്നു. ബാക്കി വരുന്ന 80% തീറ്റയ്ക്കാണ്. അപ്പൊ തീറ്റ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ അത് വലിയ എമൗണ്ട് ഉണ്ടാവും. ഹ്യൂജ് എമൗണ്ട്. 1000 കോഴിയെ വളർത്തുന്ന ഒരു ഫാമില് ഈ പറഞ്ഞ പോലെ ഒരു 80,000 രൂപയുടെ തീറ്റ വേണ്ടി വരും 1 കിലോയ്ക്ക്. 2 കിലോ ആകണമെങ്കിൽ പിന്നെ 2 കിലോ ആയിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 ഫാമിൽ കോഴി കിടക്കുക. ഏതോ ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. കറക്റ്റ് ആ സമയത്ത് ഞങ്ങൾക്ക് 60 രൂപ 65 രൂപ ഒരു കിലോയ്ക്ക് ചെലവായ സമയമാണ്. തമിഴ്നാട്ടിൽ നിന്ന് 25 രൂപയ്ക്ക് സപ്ലൈ. എത്ര ദിവസം ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും? ഒരു ദിവസം 10,000-20,000 രൂപ തീറ്റയുണ്ട് ഫാമിൽ. ഞങ്ങൾ കുറെ പിടിച്ചു നോക്കി. ലാസ്റ്റ് എന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പണയം വെച്ചിട്ട് ഞാൻ സാധനം ഒഴിവാക്കാം. എന്താന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എന്റെ ഒരു 50 സെന്റ് സ്ഥലം ഉള്ളത് പോയി. ഞാൻ ലാസ്റ്റ് കർഷകരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പൈസ വിറ്റെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതും കൂടെ പോകും. കാരണം ഈ ഒരു 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ തീറ്റ കൊടുക്കുന്ന അനുസരിച്ച് വളരത്തില്ല. എൻ്റെ ഒരു അനുവാദമുണ്ട്. അപ്പൊ ആ തരത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ വിപുലമായി ചെയ്യാൻ പോയാൽ ഭയങ്കരമായ തിരിച്ചടി ഉണ്ടായി. നമ്മൾ കിടക്കാടവും പോയി, ഉള്ള സെറ്റപ്പും കൂടെ പോയി, ഇതിലെ ഭ്രാന്തനായിട്ട് ഏതെങ്കിലും വഴിക്കൂടെ നടക്കി യുദ്ധം. അതിപ്പോ എൽ.ഇ.ഡിയുടെ കാര്യത്തിലാണെങ്കിൽ ഇതിന്റെ കാര്യത്തിൽ പോലും വലിയ വലിയ താപ്പാനകളുണ്ട്, വലിയ വലിയ കമ്പനികളുണ്ട്. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഗ്രാമത്തിലേക്ക് ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ചെയ്താൽ നമുക്ക് ജീവിച്ചു പോകാവുന്ന രീതിയുണ്ട്. ഇല്ലെങ്കിൽ യുവമാര് നമ്മളെ കൊണ്ടുപോകുക. ഇവർക്ക് കാശാണ് ആവശ്യം, പണവും ഇതിനും വേണ്ടി ഈ പച്ചക്കറിയും സംഗതി ജൈവമൊക്കെയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ തട്ടിക്കുന്നത്. അതുകൊണ്ട് ഞാനിതൊക്കെ അനുഭവിച്ച ആളാണ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പൊ ഊർജ്ജ സംരക്ഷണം, നമ്മൾ ഈ ജൈവ ഭക്ഷ്യോൽപ്പന്നത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ ആദ്യം നോക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് വിൽക്കുകയോ കൂട്ടായ്മകളിലൂടെ എത്തിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ സ്വയം മായമുക്ത ഭക്ഷണം, നമ്മുടെ ലക്ഷ്യമാണ്. മായമില്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇന്നത്തെ രോഗാവസ്ഥയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. മായമില്ലാത്ത പരമാവധി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ തന്നെ പുത്രകോലത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഉള്ള നമ്മുടെ ഒരു വിഷയമാണ് മാലിന്യ നിർമ്മാർജ്ജനം. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ തന്നെ നമുക്ക് പുതിയ അതിൽ നിന്ന് വളം ഉണ്ടാക്കാൻ പറ്റും.
ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യുന്ന തരത്തിൽ ഓരോ വീടുകളിലും അതിനുള്ള സംവിധാനങ്ങൾ. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കാരണം അടുക്കള വേസ്റ്റിനെ വളമാക്കി മാറ്റി ആ വളം തന്നെ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറി കൃഷികൾ നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ അടുത്ത സബ്ജക്റ്റാണ് ഊർജ്ജ സംരക്ഷണം. ഈ ഊർജ്ജ സംരക്ഷണത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതിന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതാണ്. പിന്നെ ജീവിതശൈലിയ രോഗമുക്തമായ ഒരു കേരളം, അതാണ് അടുത്തൊരു ലക്ഷ്യം. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ജീവിതശൈലിയ രോഗമുക്തമായ ഒരു കേരളം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയാൻ. ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോ ധാരണയുണ്ട്. ഇപ്പൊ ഊർജ്ജ സംരക്ഷണം പറഞ്ഞുകൊണ്ട് വരുന്നവര് നമ്മുടെ നിലവിലുള്ള ഫെസിലിറ്റീസ് ഇല്ലാതാക്കാനും നമ്മൾക്ക് എന്തോ ഇതുങ്ങി ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് അവർ വരുന്നതെന്നൊരു ചിന്താഗതി. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അമിതമായിട്ടുള്ള നമ്മളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഫാൻ തന്നെ ഇപ്പൊ ആവശ്യമാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഫാൻ ഇല്ല പറ്റത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഫാനിന്റെ ആവശ്യമില്ല, നല്ല തണുപ്പാണ്. അപ്പൊ ഈ ഫാനിന്റെ അകത്ത് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇട്ടാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറ്. അപ്പം ഇപ്പൊ 5ാമത്തെ ഇതിലാണ് ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ 4ാമത്തിൽ ഇടുന്നെങ്കിൽ അതിന് 65 വാട്ട്സ് മുതൽ 70 വാട്ട്സ് വരെ ഒരു ഫാനിന്റെ ചെലവ് വരുന്നു എടുക്കും. അപ്പൊ അത് നമ്മൾ ഒന്ന് പുറകോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു 20 വാട്ട്സ് കുറയും. അത് പലർക്കും അറിയത്തില്ല. എന്തായാലും ഫാൻ വർക്ക് ചെയ്തില്ല, മാക്സിമം സ്പീഡ് വർക്ക് ചെയ്യട്ടെ നമ്മൾ ചിന്തിക്കും. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടും. നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ മാറ്റം പറ്റും. പിന്നെ നമുക്ക് ഏത് കാലാവസ്ഥയുമായി യോജിക്കാനുള്ള ഒരു ശാരീരിക പ്രകൃതി നമുക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഫാൻ ഇല്ലെങ്കിൽ കുറച്ചേരം വിടുന്ന കഴിയുമ്പോൾ നമ്മൾ ഈ സാഹചര്യമായിട്ട് യോജിക്കാൻ നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഊർജത്തെ നമ്മളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി നിരോധിക്കാതെ ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ളതിനെയൊക്കെ നിയന്ത്രിക്കും. ഇപ്പം ബൾബ് നമ്മളിപ്പം തന്നെ 1, 2, 3, 4 ഇത്രയും ബൾബുകൾ ഇവിടെ ഉപയോഗിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ബൾബ് ഓഫ് ചെയ്തിടാം, അല്ലേ? നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബൾബിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ലൈറ്റ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുക. നമ്മളെല്ലാവരും ഒരു എനർജി കൺസർവേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുക. നമ്മൾ ജസ്റ്റ് ആ പരിസരമൊക്കെ ഒന്ന് വിഷയിക്കുകയും അപ്പൊ നമ്മൾ വരയ്ക്കും ഇതിങ്ങനെ വെള്ളത്തിൽ നിന്ന് വരുന്ന കറണ്ടല്ലേ. ഇപ്പൊ നമ്മളിത് ഓഫ് ചെയ്തിരിക്കുന്ന കാര്യമൊന്നുമില്ല, വെള്ളം ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയല്ലേ. അപ്പൊ കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ ഇരിക്കുന്നതല്ല, മണ്ടത്തരം ചിന്തിക്കുന്നവർ, ഇല്ലേ? പക്ഷെ അത് തന്നെ ഒരു ഉദാഹരണം. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുന്നു. നമ്മൾ ഇവിടെ ഒരു സാധാരണ കാലാവസ്ഥയിൽ 65 ദശലക്ഷം യൂണിറ്റ്, 65 മുതൽ 70 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കേരളത്തിലേക്ക് വരും. നമുക്ക് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് അത് 105 വരെയായി. സർവകാല റെക്കോർഡായിരുന്നു. 105 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വേണ്ടി വരും. നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഒരു 20 ദശലക്ഷം യൂണിറ്റ് മാത്രമേ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഇവിടെ കേരളത്തില് ജലവൈദ്യുത നിലയത്തിലൂടെയും എല്ലാ രീതിയിലും നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം 70% നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നുണ്ട്. വിലയ്ക്കാന്ന് പറഞ്ഞാൽ താപവൈദ്യുത നിലയം, കൽക്കരി ഖനി, പെട്രോളിയം നിലയം, അങ്ങനെയുള്ള കേരളത്തിന് വെളിയിൽ നിന്നുള്ളതും കേരളത്തിൽ നിന്നുള്ള അതുപോലെ ഇപ്പം തന്നെ സോളാറ്, കാറ്റാടി ഇതൊക്കെ വിലയ്ക്ക് വാങ്ങാം. അതായത് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് 12 രൂപയ്ക്ക് വരെ ഗവൺമെന്റ് വൈദ്യുതി വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് തരുന്ന എത്ര രൂപയ്ക്ക്? നമുക്ക് കൃഷിക്കാരന് കൊടുക്കുന്നത് 3 രൂപയ്ക്കാണ്, ഇല്ലേ? 2 രൂപ, 2.5 രൂപ, 3 രൂപയ്ക്കാണ്. വീടിന് കൊടുക്കുന്നത് മാക്സിമം പോയാൽ 4 രൂപ. അത് സ്ലാബ് അനുസരിച്ച് മാറും. കച്ചവടക്കാർക്ക് കൊടുക്കുന്ന 5, 6 രൂപ വരെ. അപ്പോൾ ഈ ബാക്കി പൈസ ആര് മുടക്കുന്നു? ഗവൺമെന്റാണ് മുടക്കുന്നത്. ഗവൺമെന്റ് കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് നമുക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തരികയാണ്. നമ്മൾ ഗവൺമെന്റിന് ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ അപ്പോഴേ തന്നെ അതിന്റെ ഓഫീസ് തല്ലി തകർക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ മരടില് ഈയുടെ കോളറെ പിടിച്ച് അയാളെ പട്ടക്കിറക്കി, കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. ഈ കറണ്ട് ഇല്ലാതാകുന്നതിന്റെ കാരണം നമ്മൾ തന്നെ. നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലോഡ് നമ്മൾ തന്നെ കൂട്ടുന്നു. അതായത് ഒരു ലൈനിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം പീക്ക് ടൈമാണ്. ഈ സമയത്ത് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാൻ പാടില്ല, ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കൂടുതൽ വൈദ്യുതി ചെലവാകുന്ന സംഭവങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊന്നും വെക്കത്തില്ല. ഉള്ള ഫാൻ ഇടും, AC ഇടും, എല്ലാം ഇടും. AC എന്ന് പറഞ്ഞാൽ 17 അവർ നോക്കുമ്പോൾ 17 കുറവ്. 25 എന്ന് പറയുമ്പോൾ കൂടുതൽ. 25, 26, 26, 27 AC ഇടേണ്ടത്. അതാണ് എക്കണോമിക് ആയിട്ടുള്ള കൺസെപ്ഷൻ എന്ന് പറയുന്നത്. 26 ഇട്ടാലും ന്യായമായ തണുപ്പ് കിട്ടും. 17 ഇട്ടിട്ട് പുതപ്പൊത്തിരിക്കും ആൾക്കാരുടെ അവസ്ഥ.
17 ഇട്ടിട്ട് പിന്നെ പുതപ്പ് കൂടെ പുതച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പൊ എനർജി കൺസപ്ഷൻ അവിടെ ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ഈ തലയ്ക്കകത്ത് ആ ഒരു ബോധം, അതായത് 27 ഇടുമ്പോൾ വൈദ്യുതി ഒരുപാട് പോവുകയാണെന്നും ഇത് ഈ 17 ഇട്ടാൽ നേരെ പകുതി താഴെ വൈദ്യുതിയെ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ പോയി സ്വിച്ച് ഇടുമ്പോൾ മാത്രമാണ് നമ്മുടെ പവർ ഹൗസിൽ നിന്ന് അത്രയും വെള്ളം പുറത്തേക്ക് പോകും. അപ്പൊ നമ്മളൊരു ബൾബ് ഇടാൻ വേണ്ടി സ്വിച്ച് ഇടും. ആ ടൈമിൽ ഈ ബൾബ് കത്താൻ ആവശ്യം എത്ര വെള്ളം പുറത്തേക്ക് പോകണോ അതിനെ ഗവേൺ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് നിയന്ത്രിക്കുന്നത്. അതായത് ഇടുക്കിയിൽ നിന്നാണ് ഇവിടെ കറണ്ട് വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇടുക്കിയിൽ അറിയാം. അവിടെ ആ അത്രയും വെള്ളം അവിടെ പിടിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള പുറത്തേക്ക് പോകും. അത് ആർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ വിചാരം ഇതിങ്ങനെ അണ്ടർഗ്രൗണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ, നമ്മൾ ഉപയോഗിച്ച് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണകൾ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്കാണ് പറ്റുന്നത്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് വൈദ്യുതി സേവ് ചെയ്യും. നമുക്കിപ്പോ പലപ്പോഴും ഈ എറണാകുളത്ത് ഇനി വരാൻ പോകുന്ന അടുത്ത വർഷം നിങ്ങൾ നോക്കിക്കോ, ഈ കറണ്ട് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് ഉണ്ടാകത്തില്ല, TV കാണാൻ പറ്റിയില്ല, ഫോൺ കാണാൻ ഒന്നും വർക്ക് ചെയ്യില്ല, ഫ്രിഡ്ജും വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ മിന്നി ഇരുന്ന ഒരു കാലഘട്ടമുണ്ട്. അറിയാമോ? ഫിലമെന്റ് ബൾബ് ഇങ്ങനെ നമ്മൾ ആദ്യ കാലത്തേക്ക് മിന്നി നിൽക്കും വൈകുന്നേരം ആകുമ്പോൾ. ആ ഒരു കാലഘട്ടം പേരാണ്. ഇപ്പൊ എന്നാന്ന് പറഞ്ഞാൽ ഫീഡർ ഓഫ് ആയി. അതൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ 3 kW അല്ലെങ്കിൽ ഇത്രയാണ് ഒരു ലൈനിൽ കൂടെ പോകണമെങ്കിൽ അതിൽ കൂടുതൽ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫീഡർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി. ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി പോയത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രദേശത്തുള്ളവർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഉപയോഗം ഈ ആ സമയത്ത് 6 മണി മുതൽ 10 മണിക്ക് ഒരു കുറയ്ക്കണം. ഇപ്പൊ ഇവിടെ 6 മണി 10 മണി എന്നുള്ള അത് മാറി. പീക്ക് ടൈം ഇവിടെ എറണാകുളത്തൊക്കെ അത് 6 മണി മുതൽ 1 മണി വരെയൊക്കെ. കാരണം വൈകുന്നേരം ആയാലും മനുഷ്യർ ഉറങ്ങുന്നില്ല. ആൾക്കാർ ഇങ്ങനെ വൈദ്യുതിയും ഇന്ധനവും കൂടുതലായിട്ട് ചെലവഴിക്കും. അപ്പൊ ഈ പീക്ക് ടൈമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണ വേണം. ആ സമയങ്ങളിൽ പരമാവധി അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ള വിശദമായ വേറെ ക്ലാസ് ഞാൻ പറയാം. അതൊക്കെ വിശദമായ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ഈ ബൾബിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യ കാലത്ത് നമുക്കറിയാം ഒരു ഫിലമെന്റ് ബൾബ് അല്ലേ, ഫിലമെന്റ് ഉള്ള ബൾബാണ് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മുട്ട ബൾബ്. ഈ മുട്ട ബൾബ് നമുക്കൊരു 100 വാട്ട്സിന്റെ ബൾബ്. ഇത് ഇപ്പം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലാണ്. കാരണം അതിൽ നിന്ന് ഹീറ്റാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വെളിച്ചത്തിനേക്കാൾ കൂടുതൽ ചൂടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ AC യിൽ ആ തരത്തിലുള്ള ബൾബുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം. AC യിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AC യിൽ കൂടുതൽ കറണ്ട് ചിലവാകാനുണ്ട്. അത്തരത്തിലുള്ള ബൾബിന്റെ ആയുസ് എന്ന് പറയുന്നത് 1000 മണിക്കൂറാണ്. ഇപ്പൊ 100 വാട്ട്സിന്റെ ഒരു ബൾബ് 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 16 വാട്ട്സ് വരും. അതായത് ഇപ്പൊ നമുക്ക് ഒരു 100 വാട്ടിന്റെ ബൾബ് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് 16.67 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴാണ് 1 യൂണിറ്റ് ആണ് നമ്മുടെ ഫിലമെന്റ് ബൾബ്. അപ്പൊ 1 യൂണിറ്റിന്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ, സാറിന് നിങ്ങൾക്ക് അറിയാം. അതിപ്പോ 50 യൂണിറ്റ് കഴിയുമ്പോൾ സ്ലാബിൽ വ്യത്യാസം വരും, മാറ്റം വരും. മറിച്ചത് അത് കഴിഞ്ഞ് വന്ന ഒരു ടെക്നോളജിയാണ് 100 വാട്ട്സിന്റെ ബൾബ് 10 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴേ 1000 മണിക്കൂർ അതിന്റെ ലൈഫാണ്. അപ്പൊ 60 വാട്ട്സിന്റെ ഒരു ബൾബ് 16.67 മണിക്കൂർ നമ്മൾ 60 വാട്ട്സിന്റെ ഒരു ബൾബ് ഉപയോഗിക്കും. 100 വാട്ട്സിന്റെ 10 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 1 യൂണിറ്റ് ആവും. സാധാരണ 60 വാട്ട്സിന്റെ ആണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ CFL വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് CFL എന്താ പറയാ, ഇങ്ങനെ ട്യൂബ് പോലെ ഇരിക്കും, നീളത്തില് ഇങ്ങനെ ട്യൂബ് പോലെ നീളത്തിലിരിക്കും. ഇവിടെ ഉണ്ടോ? ഇത് തന്നെ, ഇതാണ് CFL. ആ തരത്തിൽ പല മോഡലിലുണ്ട്. അപ്പൊ CFL എന്ന് പറയുമ്പോൾ 60 വാട്ട്സിന്റെ ഒരു CFLന് പകരം നമുക്ക് 14 വാട്ട്സിന്റെ മതി. 60 വാട്ട്സിന്റെ ഒരു ബൾബിന്റെ പ്രകാശം കിട്ടുന്നതിന് 14 വാട്ട്സിന്റെ ഒരു CFL മതി. എന്നുവെച്ചാൽ അത് വന്നപ്പോൾ കുറച്ചുകൂടെ എനർജി എഫിഷ്യൻസി വന്നു. അത് 8000 മണിക്കൂർ ഇതിന് ലൈഫുണ്ട്. മറ്റേത് 1000 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 8000 മണിക്കൂർ ഇതിന് ലൈഫുണ്ട്. അത് 71.43 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് 1 യൂണിറ്റ് ആകും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിലമെന്റ് ഇത് 16 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ 1 യൂണിറ്റ് ആയെങ്കിൽ ഇത് 71.43 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴാണ് 1 യൂണിറ്റ് ആകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി എഫിഷ്യൻസി ഒരു 3 ഇരട്ടി കുറയ്ക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത നമ്മൾക്ക് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ടെക്നോളജിയാണ് LED. ഇപ്പൊ LED യുഗമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എവിടെ ചെന്നാലും LED TV, LED. ഇപ്പൊ നമ്മളിപ്പം എവിടെയെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കർട്ടനായിരുന്നു നാടകത്തിനൊക്കെ അല്ലെ. ഇപ്പൊ നാടകത്തിന് കർട്ടനൊന്നും ഇല്ല. ഇപ്പൊ അതിന്റെ പുറകെ ഒരു LED ആണ്. ഇപ്പൊ ഈ സിനിമ പോലെ ഇപ്പൊ നാടകം
കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പൊ വിഷ്വൽ കഥാപ്രസംഗം ആദ്യമായിട്ട് നിരണൻ രാജനാണ് അവതരിപ്പിച്ചത്. ഞങ്ങളുടെ ഒരു വേദി വെച്ചാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് റെക്കോർഡിലേക്ക്. അപ്പൊ ഈ വിഷ്വൽ കഥാപ്രസംഗത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ മഹാഭാരത യുദ്ധം നടക്കുന്നു ഇങ്ങനെ പറയുമ്പോ, കഥാപ്രസംഗം പറയുമ്പോൾ സ്ക്രീനിൽ മഹാഭാരത യുദ്ധം നടക്കുക. മറ്റത് നമ്മുടെ മനസ്സിലാണ് ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന ഒരു ആശയം കാണുന്നത്. ഇത് ആ സമയത്ത് തന്നെ സ്ക്രീനിൽ ആ യുദ്ധം കാണിക്കുക. അപ്പം കുറച്ചുകൂടെ റിയാലിറ്റി അവിടെ വരിക. അപ്പൊ അതിനകത്ത് LED യുഗത്തിൽ സംഭവിച്ചേക്കുന്ന ഒരു മാറ്റം. ഇപ്പൊ LED യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം ചെറുതായി. ഇപ്പൊ ഞങ്ങളൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു മേശ വേണം, ഡെസ്ക്ടോപ്പ് ആണ്, വലിയ മേശ വേണം, വലിയ മോണിറ്ററൊക്കെ വലിയ വലിപ്പമുള്ളതായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് നമുക്ക് കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകാവുന്ന സംഭവത്തിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ മൊബൈലുകളിലെല്ലാം ഉപയോഗിക്കുന്ന ടെക്നോളജി LED ആണ്. ഇതിനകത്ത് സ്ക്രീനുകളെല്ലാം തന്നെ എല്ലാം. അപ്പൊ LED തന്നെ പലതരത്തിലുണ്ട്, പല മെത്തേഡിലുണ്ട്. അപ്പൊ LED കാര്യം വരുമ്പോൾ നമുക്ക് 60 വാട്ട്സിന്റെ ഒരു ബൾബിന്റെ പ്രകാശം കിട്ടണമെങ്കിൽ 7 വാട്ട്സിന്റെ ഒരു LED ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് 9 വാട്ട്സിന്റെ LED ഉണ്ടാകും. 9ന്റെ ഉണ്ട്, 12ന്റെ ഉണ്ട്, 15ന്റെ ഉണ്ട്, അങ്ങനെ പോകും. അപ്പൊ ഈ LED ബൾബിന്റെ പ്രത്യേകത 60 വാട്ട്സിന്റെ ഒരു LED ബൾബിന് സമാനമാണ് 7 വാട്ട്സിന്റെ, അല്ല 60 വാട്ട്സിന്റെ ബൾബിന്റെ സമാനമാണ് 7 വാട്ട്സിന്റെ LED ബൾബ്. ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 15,000 മണിക്കൂറാണ്. അപ്പൊ ഇന്നിപ്പോ കണ്ടുപിടിച്ചതിൽ ഏറ്റവും കൂടുതൽ ലൈഫുള്ള ഒരു ബൾബാണ് LED ബൾബ്. ഇത് 142.86 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് ആവുന്നത്. അതായത് 7 വാട്ട്സിന്റെ ഒരു LED ബൾബ് 142.86 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ്. അപ്പോൾ എന്തായി, നമ്മള് ഈ ഫിലമെന്റ് ബൾബിൽ നിന്നും LED വന്നപ്പോൾ നമുക്ക് എത്രമാത്രം മാറ്റമായി. അതിന്റെ 10 ഇരട്ടി അല്ലെ, 10 ഇരട്ടിയുടെ അടുത്ത് നമുക്ക് എനർജി എഫിഷ്യൻസി കിട്ടിയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മള് 10 ബൾബ്, അന്ന് ഒരു ബൾബ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് 10 ബൾബ് ഉപയോഗിക്കാവുന്ന അത്രയും കറണ്ട് നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയുന്നു. അതായത് ആ തരത്തിലേക്ക് മാറി. പിന്നെ നമുക്കൊരു വില്ലൻ എന്ന് പറയുന്നത് സീറോ ബൾബ് എന്നും പറഞ്ഞിട്ടൊരു സംഭവമാണ്. അത് സീറോ അല്ലത്. അങ്ങനത്തെ എന്തെങ്കിലും സാധനം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിയേക്കണം. അത് 16 വാട്ട്സ് വരെ ഈടാകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു LED ബൾബ് കൊണ്ട് ഒരു നമ്മുടെ ഈ CFL 8 എണ്ണം 5 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിക്കുന്ന കാരണം അത് പേര് മാത്രമേ ഉള്ളൂ സീറോ എന്ന് പറയുന്നത്. സീറോ അല്ലത്. ദൈവത്തിന് മുന്നിൽ ഇടുന്നു. പലരും നമ്മളത് ഫുൾ ടൈം ഇട്ടിരിക്കുക, പലരും അത് ഫുൾ ടൈം ഇട്ടിരിക്കുകയാണ്. പലയിടത്തും ഈ കറണ്ട് ചാർജ് അമിതമായി വരുന്നതിന്റെ കാരണങ്ങളതാണ്. ഒന്ന് LED ബൾബ്, പിന്നെ ഇൻവെർട്ടർ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ പലപ്പോഴും കറണ്ട് പോകുമ്പോൾ മൊത്തം ഇൻവെർട്ടർ ചെയ്ത് പോകും. ഈ ഇൻവെർട്ടർ എന്ന് പറയുന്ന സാധനം കറക്റ്റായിട്ട് പ്രോപ്പറായി സർവീസ് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ബാറ്ററി ഒക്കെ സമയത്ത് വെള്ളം ഒഴുക്കുകയും കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ അത് തന്നെ വർക്ക് ചെയ്യണ 2 വാട്ട്സ് വേണം ഇൻവെർട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ. ഇത് വൈദ്യുതി എടുത്തോണ്ടിരിക്കും, അതായത് വൈദ്യുതി ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു വെസൽ പൊക്കോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വലിയ കറണ്ട് ചാർജ് വരും. കാരണം 5,000, 10,000 ഒക്കെ കറണ്ട് ചാർജ് ആളുകൾക്ക് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് പകരമാണ് നമ്മൾ ഈ തരത്തിലുള്ള ഇത് ഇൻവെർട്ടർ ബൾബാണ്, ഇതിനകത്തൊരു ഇൻവെർട്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ബൾബ് കത്തിക്കുന്നതിന് ഈ വരയ്ക്കാൻ മൊത്തം ഇൻവെർട്ടർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഈ ഒരു ബൾബിൽ മാത്രം അത് ചെയ്തേക്കാൻ മതി. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചെറിയ തരത്തിലേക്ക് അത് ടെക്നോളജി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ റൂമിലും കറണ്ട് പോകുമ്പോൾ കത്തണമെന്നില്ലല്ലോ. മെയിനായിട്ട് ഇരിക്കുന്ന റൂമുകളിൽ ഒരു വീട്ടിൽ 2 3 ബൾബിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ പലരുടെയും വീടുകളിൽ ഈ സാധനം ഇല്ല. കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് ഇനിയിപ്പം മഴക്കാലമായി, കറണ്ട് പോകാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ പലരും പെട്ടമില്ലാതെ വരുമ്പോൾ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും. പല പല മാനസികമായ ഇപ്പൊ നമുക്ക് ആളുകൾ ക്ഷമിക്കാൻ പറ്റുന്നത്. ഇപ്പൊ കറണ്ട് പോയാൽ അപ്പം തന്നെ വണ്ടി എടുത്തോണ്ട് യൂണിവേഴ്സിറ്റി ബോർഡിൽ ചെല്ലുക, അവരുടെ കൊങ്ങായി കയറി പിടിക്കുക. ഞങ്ങളവിടെ മരടി ചെന്നപ്പോ ഒരു സ്വീകരണം, ഈ ഊർജ്ജ സംരക്ഷണത്തെ പറ്റി ക്ലാസ് എടുക്കാൻ ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ ഇതിന്റെ റിസോർട്ട് പേഴ്സണും കൂടിയാണ്. ഈ എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ റിസോർട്ട് പേഴ്സൺ ആണ്. ഇനി എന്നെ ഇത് ക്ലാസ് എടുക്കാനായിട്ട് ആധികാരികമായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെല്ലുമ്പോഴും ആദ്യം ഇതിനെപ്പറ്റി ഞാനൊന്ന് സൂചിപ്പിക്കുന്നതിന്റെ കാരണം. അപ്പൊ നമ്മള് ഈ തരത്തില് പിന്നീട് ഓരോ ഉപകരണങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. നമുക്ക് LED തന്നെ തിരിച്ചു വരാം. അപ്പൊ LED ബൾബുകൾ നമുക്ക് ഓരോ റൂമിനും അനുസരിച്ച് സെലക്ട് ചെയ്യാം. അത് മാത്രം വെട്ടം വേണം, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. LED ബൾബിന്റെ ഒരു പ്രത്യേകം കാണിച്ചത്, ഇത് LED ബൾബ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതുണ്ടത് ഇവിടെ നമ്മളിങ്ങനെ കൈകൊണ്ട് സ്പർശിച്ചാൽ ഇത് കത്തും. അപ്പൊ ഇതൊരു ടോർച്ച് പോലെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചാർജ് ചെയ്ത് മൊത്തം ചാർജ് ആയിട്ടില്ല,
ഇതൊരു മെറ്റൽ നമുക്കിവിടെ കാണിച്ചാലും മതി. ഒരു ചിലപ്പോ ഇങ്ങനെ ഒരു മെറ്റൽ കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കത്തും. ഇത്തരത്തിൽ ഈ LED ബൾബ് വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ കത്തുന്നെങ്കിൽ നമ്മളെ നിർമ്മാണം കറക്റ്റ് ആയി, ഇല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്നുള്ളത്. ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് 1800 മുതൽ 2000 mAh വരുന്ന ബാറ്ററികളാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ ഫുൾ ചാർജ് ആയ 4 മണിക്കൂർ വരെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരു 10-16 മണിക്കൂർ, അതായത് ഒരു 3 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അതിന് ശേഷം നമ്മളൊരു 16 മണിക്കൂർ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കിടക്കുമ്പോൾ തന്നെ ചാർജ് ആയിക്കോളും. സാധാരണ ഹോൾഡർ ഇടുമ്പോൾ തന്നെ ചാർജ് ആയിക്കോളും. ഇങ്ങനെയാണ് ഇതിന്റെ. ഇതിപ്പോ നമുക്കൊരു 10 മിനിറ്റിൽ ഒരെണ്ണം ഉണ്ടാക്കാം. നല്ല സ്പീഡ് ആയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഒരു ബൾബ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു ദിവസം നമുക്കൊരു 10 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 40-50 എണ്ണം വരെ ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞു. ഇതിപ്പോ കമ്പനി നമ്മൾ തിരിച്ചെടുക്കുന്ന അതായത് നിങ്ങൾക്ക് പണിക്കൂലി തന്ന് നമ്മൾ തിരിച്ചെടുക്കുന്ന 20 രൂപ. അത് നിങ്ങൾ പറഞ്ഞോളൂ അല്ലേ, ഇവിടെ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കമ്പനിയെ തിരിച്ചേൽപ്പിക്കാം. അപ്പൊ ഇവിടെ മിത്രകോലത്തിൽ ഏൽപ്പിച്ചാൽ മിത്രകോലം വരെ ഹരിതകേന്ദ്രത്തിലോ ഞങ്ങളുടെ കമ്പനിയിലോ മിത്രകോലം തന്നു. അപ്പൊ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയാൽ ബെസ്റ്റ്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബൾബ് ഇപ്പൊ ഉണ്ടാക്കുന്നതിന് നമുക്ക് വരുന്നത് ഇതിന്റെ വില 550 രൂപ. ഇത് ഫിലിപ്സിന്റെ മാർക്കറ്റിലെ 700 രൂപ വരെ വിലയുണ്ട്. ഇതിപ്പോ ഇന്ത്യൻ കമ്പനിയാണ്, അത് മനസ്സിലാക്കാം. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനം ആൾക്കാർ ചോദിക്കും, ഇത് ഇത്തരം വില ഇല്ലല്ലോ, 150 രൂപയ്ക്ക് കിട്ടാനുണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ പറയും. ഇപ്പം ഇവിടെ കൊണ്ട് നടക്കുന്ന വിൽക്കുന്നവരൊക്കെ ഉണ്ട് 100 രൂപയും 150 രൂപയ്ക്ക് കൊണ്ട് വിൽക്കുന്നുണ്ട്. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകും. അത് കാരണം അത് കൂടുതലും ഈ ചൈനയുടെ ഇതാണ് യൂസ് ചെയ്ത്. അത് നമുക്ക് മാറാൻ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല, അത് കളയാനേ പറ്റുള്ളൂ. നമുക്കിതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് സാധനം പോയാലും നമുക്കത് മാറാം, മാറ്റിയിടാം. അതിന്റെ പാർട്സ് മാത്രം മാറ്റി നമുക്കത് ചെയ്യാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഇതുപോലത്തെ ഇതാണ് സോൾഡറിംഗ് ആണ്. ഈ സോൾഡറിംഗ് ആണ് ഒരു 6 സോൾഡറിംഗ് ഉണ്ട് അതിനകത്ത്. ആ 6 സോൾഡറിംഗ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് പഠിക്കാനുള്ളത്. വേറെ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ആ സോൾഡറിംഗ് നന്നായിട്ട് സോൾഡറിംഗ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നന്നായിട്ട് സോൾഡറിംഗ് ചെയ്യാൻ അറിയാവുന്ന ആരാണത് കൂട്ടത്തില്? അറിയാം. അപ്പൊ അത് സോൾഡറിംഗ് പഠിക്കാം. അതൊരു കുറച്ച് 4-5 ബൾബ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതൊരു പ്രാക്ടീസ് ആയി എടുക്കണം മാത്രമേ. അപ്പൊ സോൾഡറിംഗ് ഇത് ചില ബൾബിന് ഈ ബാക്കില് ഇത് വരുന്നത് ഞാൻ ഇവിടെ ഒരു പാർട്സ് കിടക്കും. ഇവിടെ ഉണ്ട്. ഇതിന്റെ ഓരോ പാർട്സുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് വേണം നോട്ട് ചെയ്ത്. ഇതിന് ഹൗസിംഗ് എന്നാ പറയുന്നത്, ഹൗസിംഗ്. ഇത് പിന്നെ ഇത് നമ്മൾ ആദ്യം പഠിച്ചു കഴിയുമ്പോൾ സെക്കൻഡിലി നമ്മൾ പിന്നെ ഇതിന് ഇങ്ങനെ ഹൗസിംഗ് എന്നൊക്കെ പറയുള്ളൂ.